ഒരു ഡിന്നറിന് ഞങ്ങളെ വിളിച്ചിട്ട് എനിക്ക് ആദ്യം എനിക്കൊന്ന് 14 മില്യൺ എങ്ങാണ്ടാണ് ഞങ്ങളുടെ ഓഫർ വാല്യുവേഷൻ. അപ്പം അങ്ങനെയായി ഞങ്ങളൊരു ഓരോ പെഗ് അടിക്കും. അപ്പോൾ ഒരു 2 മില്യൺ വെച്ച് ആഡ് ചെയ്ത് അങ്ങനെ 20 മില്യണിൽ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ലാസ്റ്റ് പെഗ്ഗാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ എനിക്ക് അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ 20 മില്യൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഞാനിങ്ങനെ ഭയങ്കര മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് 172 കോടി. അപ്പോൾ റിയലി ഞാൻ ആ സമയത്ത് വരെ അത്രയും പൈസ വാല്യുവേഷൻ നമ്മുടെ കമ്പനിക്ക് ഈവൻ ഇന്നും വാല്യുവേഷൻ ഉണ്ടോ, ഇനി അത് കൂടുതലാണോ എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ അത് തന്നെ പറഞ്ഞത്. ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സാറേ അത്രയൊക്കെ നമ്മുടെ കമ്പനിക്ക് വാല്യുവേഷൻ ഉണ്ടോ എന്ന് അറിയ പോലും ഇല്ല. അപ്പോൾ അപ്പോൾ പുള്ളി തിരിച്ച് റിപ്ലൈ പറഞ്ഞു, അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് എഗ്രി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ചേർന്ന് ആ വാല്യുവേഷനിലേക്ക് ആക്കാം എന്ന് പറയാം. എന്നിട്ട് ഞങ്ങൾ ഓഫർ റിജക്റ്റ് ചെയ്തു. പിന്നെ പല കമ്പനീസ് അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് സ്റ്റിൽ നമുക്ക് പൈസ ഉള്ളത് കൊണ്ടല്ല, നമ്മൾ ഇതുവരെ വളർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു മനസ്സിൽ നിന്നുള്ള നമ്മളൊരു ഇൻറ്റ്യൂഷൻസും നമ്മൾ മനസ്സ് പറയുന്നു, മനസ്സ് ഇതുവരെ നമ്മളോട് വിൽക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് ആവാം.